പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എന്നു മുതലാണ് ഗോസിപ്പിംഗ് പറയാൻ തുടങ്ങിയത് എന്ന് കൃത്യമായ ഓർമ്മയില്ല. പറയുന്നത് ഒരു ഗോസിപ്പിംഗ് ആണ് എന്ന രീതിയിലുമല്ല പറഞ്ഞ് തുടങ്ങിയത്. വളരെ ചെറിയ കുഞ്ഞായി പഠനമൊക്കെ തുടങ്ങുന്ന കാലം മുതൽ തന്നെ സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ അടുത്ത് ഇരിക്കുന്നവൻ ശരിയല്ല, അവൻ എൻ്റെ പെൻസിൽ മോഷ്ടിക്കും എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് തുടങ്ങി നേരെ മുൻപിലുള്ള കോമുക്കായുടെ കടയിൽ മിഠായി മേടിക്കാൻ പോകുമ്പോൾ അവൻ ഒരിക്കലും പൈസ കൊണ്ടുവരില്ല എന്ന് പറയുന്ന ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയ ഗോസിപ്പിംഗ് നിർദോഷകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയും ഒരു രഹസ്യം മനുഷ്യനെ സൂക്ഷിക്കാനായിട്ട് അധികം പറ്റില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെ മറ്റുള്ളവർക്ക് ബാധിക്കും എന്ന് അറിയാത്ത ഒരു പ്രായം. 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അത് വലിയ രീതിയിൽ ശാരീരികവും മാനസികവുമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. സ്കൂളിലെ കുട്ടികളുടെ തലത്തിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെ സാമൂഹികമായ വലിയൊരു പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നു. അത് സ്വഭാവത്തിലും മറ്റ് പല മേഖലകളിലും കുഴപ്പങ്ങളും സൃഷ്ടിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ഗോസിപ്പിംഗ് നിർത്താൻ പറ്റിയില്ല. ഗോസിപ്പിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. അത് പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ അത് വളർന്നുകൊണ്ടിരുന്നു. നല്ലതും ചീത്തയുമായ ഗോസിപ്പിങ്ങിലൂടെയാണ് പിന്നീട് യാത്ര. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം 2004 കാലഘട്ടം. ദുബായിൽ ജോലി ചെയ്യുന്നു. ഒരു കമ്പനിയുടെ വാൻ സെയിൽസ്മാൻ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ജബലള്ളിയിലേക്ക് കമ്പനി മാറി സമയം 7 മണിക്ക് എല്ലാ ആളുകളും ഈ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്ത് പോകണം. മറ്റെല്ലാവരും വണ്ടി എടുത്ത് പോകുമ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടാവും. ഞാൻ മെസ്സിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 7 മണിക്കാണ്. 7 മണിക്ക് ചിലപ്പോൾ മെസ്സിലെത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ആ മെസ്സിൽ നിന്ന് ഇറങ്ങി കമ്പനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂപ്പർവൈസറുമായിട്ട് എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള കുറ്റങ്ങളും പറയാൻ തുടങ്ങുകയാണ്. അത് ഉള്ളതുണ്ടാവും, ഇല്ലാത്തതുണ്ടാവും, കുറച്ച് കഥകൾ നെയ്ത് പറഞ്ഞതുണ്ടാവും. ഈ ഒരു പറച്ചിൽ കൊണ്ട് എനിക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ഞാൻ വൈകി വന്നതിന് വേറൊന്നും പറയാതിരിക്കാൻ, അയാളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ വളരെ സാധാരണ എല്ലാവരും ഇറങ്ങി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കമ്പനിയിൽ നിന്ന് പോകുന്ന ഒരു രീതി. അയാളിലൂടെ അപ്രീതി ഉണ്ടാക്കിയെടുത്ത് ബാക്കി കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാമെന്ന ചിന്ത. ഇതൊന്നും ഉണ്ടായിട്ടില്ല. നേട്ടം എന്നുള്ളതൊക്കെ വേറെ വിഷയം. പത്രത്തിലേക്ക് വളർന്നു വന്ന ഗോസിപ്പിംഗ് പിന്നീട് രാത്രി കാലഘട്ടങ്ങളിൽ പണിയെല്ലാം കഴിഞ്ഞ് യൂണിബേട്ടൻ മിക്സ് കമ്പനി ഉണ്ട് അവിടെ. ആ കമ്പനിയുടെ വെള്ളം വിടുന്ന ഒരു കനാൽ പോലെ ചുറ്റും ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം DIPയിലെ പാവങ്ങളായ പ്രവാസികൾക്ക് വൈകുന്നേരങ്ങളിലെ ബേൽപൂരി പുഴുങ്ങിയ മുട്ടയും കൂട്ടി അവരുടെ വിഷമങ്ങളെല്ലാം മദ്യപാനത്തിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഒരു സമയമാണ് അവിടെ. അവിടങ്ങളിലും ഈ ഗോസിപ്പിംഗ് പല രൂപത്തിൽ, പല ഭാവത്തിലൊക്കെ മാറാൻ തുടങ്ങി. ഈ ഗോസിപ്പിംഗ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്, അവിടങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഞാൻ അറിയുന്നില്ല. അത് UAEയുടെ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കാലം. അവിടെ പല ആളുകളുടെയും സത്യമായിരിക്കാം, പക്ഷെ ആ സത്യം എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത സത്യങ്ങൾ ഇത് വേറെ ആളുമായിട്ട് പങ്കുവെക്കുന്നു. ഈ പങ്കുവെക്കപ്പെടുന്നതിലൂടെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുമായിട്ട് ഈ പറഞ്ഞ ആൾ അത് പോയിട്ട് പറയുന്നു. എക്സിനെ കുറിച്ച് വൈനോട് പറയുന്നു, വൈ അത് എക്സിനോട് തന്നെ പറയുന്നു. അപ്പോൾ എക്സ് ഞാനും തമ്മിൽ ശത്രുതയാവുന്നു. മാത്രമല്ല, ഇതിലെ പല ഗോസിപ്പിങ്ങുകളും വഴി വിട്ട് മാറി ശത്രുത കൊണ്ടും അസൂയ കൊണ്ടും
പലരുടെയും ജീവിതത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് എനിക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം അതിന്റെ തിരിച്ചടികൾ നമുക്ക് ആ രീതിയിൽ തന്നെ കിട്ടും. അവരിൽ നിന്ന് വേറെ രീതിയിൽ നമുക്കും അത് തിരിച്ചടിയാവും. പലപ്പോഴും നമ്മൾ കരുതും ഈ തിരിച്ചടികളെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാവില്ല അത് കിട്ടുമ്പോൾ ഇന്ന വഴിക്കാണ് ഇത് വന്നതെന്ന് അറിയില്ല. പണ്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിരിക്കും അത്. അവർ തന്നെയാവും നമ്മൾ ചെയ്യുക. അല്ലാണ്ട് കർമ്മ സിദ്ധാന്തമല്ല ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മളെ ദ്രോഹിക്കപ്പെടാവുന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ടാകും എന്നതാണ് വാസ്തവം. കാരണം ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മൾ ഇത് തെറ്റാണ് എന്ന് അറിയില്ല എന്നതാണ് വേറൊരു സത്യം. നമുക്ക് നമ്മളെ ആത്മന്യായീകരണത്തിലാണ് മനുഷ്യൻ ഉണ്ടാവുക. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താനാണ് നമുക്ക് ഏറ്റവും താല്പര്യം ഉണ്ടാവുക. ഇവിടെ ഒരു സെൽഫ് അനലൈസേഷന് ശേഷമൊക്കെ ഇതൊക്കെ തിരിച്ചറിയുകയും ഞാൻ ചെയ്ത ഗോസിപ്പിങ്ങിന്റെ ഫലമായിട്ട് നിരവധി പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ഏടും തിരുത്താൻ പറ്റാത്തതായിട്ട് മാറി. ഭൂതകാലം എന്ന് പറയുന്നത് നമുക്ക് തിരുത്താനായിട്ട് സാധ്യമാകുന്ന ഒന്നല്ല. ഒരു ഏട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഏടുകളെ അല്ലെങ്കിൽ ഭൂതകാലത്തെ ചരിത്രത്തെ പാഠപുസ്തകമാക്കിയിട്ട് പാഠമാക്കി മാറ്റി ഇന്നിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഭാവിയിലേക്കുള്ള നല്ല പ്രവൃത്തി എന്ന് പറയാറുണ്ട്. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമാവുള്ളൂ. അവിടെ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഗോസിപ്പിംഗ് മനുഷ്യൻ ഇഷ്ടമാകുന്നത്? ഇത്രയൊക്കെ ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ ഒരു പരദൂഷണത്തിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുന്നതിൻ്റെ സൈക്കോളജി എന്താണ്? വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ ഒരു ഗോസിപ്പിങ്ങിന് എന്നാണ് സയൻസ് പറയുന്നത്. 1996 തന്നെ ക്രിസ്റ്റഫർ ബോഹം എന്ന് പറയുന്ന ഒരു നരവംശ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഈഗലിറ്റേറിയൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പഠനം നടത്തുന്നതാണ് പ്രമേറ്റ്സുകൾ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ. പരസ്പര സഹകരണം ഒരു പ്രിമേറ്റ്സ് മറ്റൊരു പ്രിമേറ്റ്സിനെ സഹായിക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പുകളുടെ കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് ഗോസിപ്പിംഗ് വളർന്നത് എന്ന് പറയുന്നത്. ആധിപത്യ പ്രവണത, ഒരാൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ആധിപത്യ പ്രവണത കുറയ്ക്കുക എന്ന രീതിയിലാണ് ഈ ഗോസിപ്പിംഗ് മനുഷ്യരിൽ ഉണ്ടായത്. അതുകൊണ്ട് അത് എളുപ്പം പോവാത്തത്. നല്ല രീതിയിൽ ഗോസിപ്പിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തിനോട്, നമ്മുടെ ഒരു കൂട്ടത്തിൽ ആളുകളോട് ഒക്കെ നമുക്ക് പറയണം, അയാൾ കുറച്ച് കുഴപ്പക്കാരനാണ്, നമ്മുടെ പൊതു നന്മയെ ചതിക്കുക അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് വിഘാതമാവുക. ഒരു കമ്പനി ആകുമ്പോൾ കമ്പനിയുടെ പൊതു നന്മ എന്ന് പറഞ്ഞാൽ കമ്പനി ലാഭം ഉണ്ടാക്കുക, നല്ല രീതിയിൽ പോവാണ്. അവിടെ ഇത് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അതിന്റെ പൊതു നന്മയ്ക്ക് വിഘാതം വരും. ഒരു കമ്പനിയുടെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് അത് എന്നെ കൂടി ബാധിക്കുന്നതാണ്. അത്തരം ആളുകളെ കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം, അതൊരു തിന്മയല്ല, അതൊരു ഗോസിപ്പിംഗ് ആയിട്ട് കണക്കാക്കില്ല. അത്തരത്തിലേക്കുള്ള പോസിറ്റീവായ ഗോസിപ്പിംഗ് ഉണ്ട്. ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പോസിറ്റീവായ ഗോസിപ്പിങ്ങിനെ കുറിച്ചല്ല. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ ഗുരുതരമായി ബാധിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തെ അവർക്ക് വലിയ മാനനഷ്ടം ഉണ്ടാവുക, അവരുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അതിൻ്റെ അലയൊലികൾ കൊണ്ട് അത് തകർന്നു പോവുക. ഇതാണ് ഗോസിപ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സുഖമുണ്ടാവുകയും നമ്മളെക്കുറിച്ചുള്ള ഗോസിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുകയും ഈ ഗോസിപ്പ് പറഞ്ഞ ആളുകളെ ശാരീരികപരമായിട്ട് നേരിടണമെന്നുള്ള ചിന്ത പോലും നമുക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട ആള് നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച്, ഈവൻ നമ്മളുമായിട്ട് ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികളോ അവരെ കുറിച്ച് പറഞ്ഞാൽ പോലും നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ? സോഷ്യൽ മീഡിയയിൽ എല്ലാ തരത്തിലും മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ നടത്തുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഗോസിപ്പിംഗ് ആണ്. മറ്റവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് ഇങ്ങനെ ഉണ്ടായി, അവരുടെ വിവാഹ ജീവിതത്തിൽ അതായി. ഈ ഒരു വാർത്ത തമ്പനയിലായിട്ടും വാർത്തകളായിട്ടും നമ്മുടെ ടൈം ലൈനുകളിൽ വന്ന് നിറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അത് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ, അത് നമ്മുടെ ജീനിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പഴയ കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെ കിടപ്പുണ്ട് ഇതിന്റെ ഗോസിപ്പിന്റെ സയൻസ്. അപ്പൊ ഇതേപോലെ നമ്മുടെ ഈഗലിറ്റേറിയൻ ബിഹേവിയർ കൊണ്ടുള്ള കുഴപ്പങ്ങളെ കുറിച്ചുള്ള നിരവധി പഠനങ്ങളുണ്ട്. റോബിൻ ഡൻബാറിന്റെ
1996 ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്ക് ഉണ്ട്, ഗ്രൂമിംഗ് ദ ഗോസിപ്പ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ദ ലാംഗ്വേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ ഗോസിപ്പിംഗ് വളർന്നത്, ഇത് സമൂഹത്തിൽ ഏതൊക്കെ രീതിയിലേക്കാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു നൂറ്റാണ്ടിലാണ് ഗോസിപ്പിങ്ങിനെ കുറിച്ച് വേറെയും നിരവധി പേര് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താല്പര്യമുള്ളവർക്ക് വായിക്കാനായിട്ട് ഇടാം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗോസിപ്പിംഗ് എങ്ങനെ ഒരാളെ, ഇത് നടത്തുന്ന ആളെ ബാധിക്കുന്നു എന്നുള്ളൂടെയാണ്. ഗോസിപ്പിംഗ് സാധാരണഗതിയിൽ അതിന്റെ പരിധി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം, അത് നമ്മൾ കേട്ടത് പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പില്ലാത്തത്, നമ്മുടെ ബയാസ് കൊണ്ട് ഇതിങ്ങനെ ആയിരിക്കാമെന്ന്, ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായ ഒരു വാർത്ത കേട്ടു എന്നിരിക്കട്ടെ, ആ വാർത്ത അത് അങ്ങനെ ആയിരിക്കാം, അവരുടെ നോട്ടം, അവർ അങ്ങനെ നോക്കി, അവരെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യം വേറൊരാളോട് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഗോസിപ്പങ്ങാണ്. അത് ആ സ്ത്രീക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒന്നല്ല, ഞാൻ നേരിട്ട് കണ്ടതല്ല. ഇനി ആ ഒരു വാർത്ത യാഥാർത്ഥ്യമാണെങ്കിലും അത് എന്നെ ബാധിക്കുന്ന ഒന്നല്ല. ഞാനത് പ്രചരിപ്പിച്ച് നടക്കേണ്ട കാര്യം എന്തുണ്ട്? സമൂഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഇവിടെ ഗോസിപ്പിംഗ് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാഭിമാനം കുറയുന്നതായിട്ട് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനമില്ലാതെയാകുമ്പോൾ, ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇടിച്ചു കയറേണ്ടി വരുമ്പോൾ, ആ ഗ്രൂപ്പിൽ നമ്മളെ ആളുകൾ അംഗീകരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് എൻട്രി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ നടത്തുന്ന ചർച്ചയിൽ നമുക്ക് സ്വീകാര്യത കിട്ടാൻ. കാരണം മനുഷ്യരെപ്പോഴും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ജിജ്ഞാസരാണ്. പരിണാമപരമായിട്ട് ഉണ്ടായ ഒരു പ്രത്യേകത, ഗോത്രങ്ങളുടെ എക്സ്റ്റൻഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്രേ അത് വളർന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, മറ്റുള്ളവരുടെ വാർത്തയും വിവരങ്ങളും അറിയാൻ. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായ ഒന്നാണ്. അവിടെ നമ്മൾ എന്ന വ്യക്തി അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം കുറഞ്ഞു പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിമാനം ഉണ്ടാവില്ല. പുറമെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ബോധമുണ്ട്. നമുക്ക് താൽക്കാലികമായി ചില സുഖങ്ങൾ കിട്ടും. ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടുകയാണ്, ഒരു കൂട്ടുകാരൻ. ഒരു പൊതു ശത്രുവിനെതിരെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അയാളുമായിട്ടൊരു ബോണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇതേ സാധനം നാളെ തിരിഞ്ഞ് ഇയാൾ നമുക്കെതിരെ പറയാനുള്ള ഇടവരും. നമ്മുടെ ലൂസ് ടോക്കുകൾ ഉണ്ടാവും. നമ്മൾ അയാളുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ ലൂസ് ടോക്ക് നടത്തും. അയാളും നമ്മളെക്കുറിച്ച് പറയാനുള്ള ഇടയുണ്ടാക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പല നുണകളാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തും. നമ്മൾ ഈ പറഞ്ഞ നുണ അവരെങ്ങാനും അറിയുമോ? ഇതാണ് ഉള്ളിലെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മളെങ്ങനെ വേട്ടയാടുന്ന പറയുന്നത്, നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ നമുക്കിത് തെറ്റാണ് എന്ന ബോധ്യം ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ദ്രോഹിക്കപ്പെടാവുന്ന നിലയിലെത്തുന്നതാണ്. രണ്ടാമതായിട്ട്, നമ്മളൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്, ആധുനിക മനുഷ്യരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. ആധുനിക മനുഷ്യന് ഏറ്റവും വേണ്ട ഗുണം നമ്മുടെ സമൂഹത്തിലെ അവരിനോടുള്ള കരുതൽ കൂടിയാണ്. അവരിന് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നിൽക്കാം? നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോൽ എവിടെയാണ്? എവിടെയാണ് നമ്മൾ ധാർമ്മികത, എന്ത് ധാർമ്മികതയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ സമൂഹത്തില്? മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കുന്ന, നമുക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രചരണം നടത്തുമ്പോൾ, നമ്മളത് പറയുമ്പോൾ നമ്മൾ നമ്മളെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുകയാണ് എന്ന തിരിച്ചറിവ്. അവിടെ എങ്ങനെ നമുക്ക് ഗോസിപ്പിംഗിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റും? നമ്മളിപ്പോൾ ഒരു വിവരം ഒരാളോട് സംസാരിക്കുകയാണ്. ആ പറയേണ്ട കാര്യം കൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കോ നമുക്കോ പ്രയോജനമുണ്ടോ എന്നതാണ് ആദ്യത്തെ പരിശോധന. അതിനോടൊപ്പം ഈ കാര്യം നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണോ? അതല്ല, നേരിട്ട് ബോധ്യമില്ലാതെ വേറെ ഒരാൾ പറഞ്ഞ ഈ പറയുന്ന ആൾ എത്രത്തോളം റെലവൻ്റ് ആണ്? അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? അയാൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ നമ്മളോട് പറഞ്ഞത്? അതെല്ലാം പുറമെ ഈ കാര്യം നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്ക് നേരിട്ട് ദോഷമുണ്ടാക്കുന്നതാണോ? അയാൾക്ക് ദോഷമൊന്നുമില്ല, വെറുതെ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കതൊന്ന് മാറി നിൽക്കാൻ പറ്റും. അത് ഞാൻ പറയേണ്ടതല്ല, എന്തിനാണ് ഞാൻ അതിൽ നിന്ന് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. രണ്ടാമത്, നമ്മളൊരു ഗോസിപ്പ് നടത്തും, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ വ്യക്തി നമ്മളോട് മിണ്ടിയില്ല, അയാൾക്ക് പല തിരക്കും ഉണ്ടാവും. പലപ്പോഴും ഈ അപമാനം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട്
അല്ല എന്ന് പറയാറുണ്ട്. ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ അതിന്റെ ഉദാഹരണം പറയാറുണ്ട്. കുട്ടിയോട് ടീച്ചർ മിണ്ടാതിരിക്കണം എന്ന് പറയുമ്പോൾ ആ കുട്ടി മിണ്ടുന്നത് ടീച്ചറെ അപമാനിക്കണം എന്ന ഉദ്ദേശത്തിലല്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി അങ്ങനെ ടീച്ചറെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞിട്ടല്ല, കുട്ടിക്ക് അപ്പം മിണ്ടണം. അത് തന്നെയാണ് നമ്മൾ വീട്ടിൽ കുട്ടികളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യുന്നു, നമുക്ക് ദേഷ്യം വരുന്നതിന്റെ ഒക്കെ പിന്നിൽ അതാണ്. അതേപോലെ മറ്റു വ്യക്തികളോട് നമുക്കുണ്ടാകുന്ന ദേഷ്യം, അത് നമ്മൾ ഒരു പ്രവൃത്തി അവരുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടൽ നടത്തിയാണ്. അപ്പൊ അതൊരു അവകാശം പോലെ നമ്മൾ കരുതുകയാണ്. ഈ അവകാശം പോലെ കരുതുകയും അവർ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ശത്രുത ഉണ്ടാവും. അപ്പൊ ഒരു ശത്രുതയുടെ പേരിലാണ് ഞാൻ ഒരാളെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നത്, ഉള്ളതിനെ പെരുപ്പിച്ചു പറയുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു തിന്മയാണ് എന്ന ബോധ്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. അത്തരം പ്രവൃത്തികളിലേക്ക് ഞാൻ ഏർപ്പെടാൻ പാടില്ല. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ്. പിന്നെ ഉണ്ടാവുന്നത് അസൂയയാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത അസൂയ ഉണ്ടാവും. അവരെവിടേക്കോ എത്തി. സെലിബ്രിറ്റികളുടെയൊക്കെ കാര്യത്തിൽ അതാണ്, നമുക്ക് പറ്റാത്ത പല നേട്ടങ്ങൾ ആളുകൾ നേടുമ്പോൾ അവരെ ഒന്ന് കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ ക്രിസ്റ്റഫർ ബേഹത്തിന്റെ ഒക്കെ പഠനത്തിൽ കണ്ട പോലെ തന്നെയാണ്, ആധിപത്യ പ്രവണതയെ ഒന്ന് ചെറുക്കുക എന്ന സാധനം. അവരെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്താണ്? നമ്മുടെ അസൂയ കൊണ്ടല്ലേ. ഏതൊരു കാര്യം വരുമ്പോൾ നമ്മളൊരു സെൽഫ് അനലൈസേഷന് തയ്യാറാവുകയാണ്. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. ഈ രീതിയിലാണോ ഞാൻ വേറൊരാളെ കുറിച്ച് പറയുന്നത് എന്ന ആ ഒരു പരിശോധനയിലൂടെ നമുക്കിത് മാറി നിൽക്കാൻ പറ്റും. അതിനും ഏറ്റവും വേണ്ടത്, ഞാൻ നടത്തുന്നത് ഗോസിപ്പിംഗ് ആണ്, ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ തെളിവുകളില്ലാതെ പറഞ്ഞു വിടുകയാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവണം. അതല്ല ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ ശരിയാക്കുകയാണ്, സമൂഹത്തിന് നന്മയാണെന്ന് കരുതുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. മറിച്ച് ഞാൻ ഗോസിപ്പിംഗ് നടത്താറുണ്ട്, ഞാൻ നടത്തുന്നത് തെറ്റാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ്. ഏതൊരു കാര്യവും നമ്മൾ പണ്ട് എന്ത് ചെയ്തിരുന്നു എന്നതിന് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. ഞാനത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള തയ്യാറെടുപ്പുണ്ടോ എന്നാണ്. പലപ്പോഴും പറയാറുണ്ട് ഈ പൊളിറ്റിക്കലി കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ. നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറണം എന്ന് പറയാറുണ്ട്. വേറൊരാൾക്ക് പരിഹാസമാകും, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിന് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. അതാണ് അതിൻ്റെ ധാർമ്മികതയുടെ ഏറ്റവും വലിയ അളവുകോൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് അപരനെ അപരനായിട്ട് ഉൾക്കൊള്ളുക. നമുക്ക് എതിർപ്പുകൾ ഉണ്ടായിരിക്കാം ആശയങ്ങളോട്, അത് ആ രീതിയിൽ പറയാൻ പറ്റും. അതിനില്ലാത്ത ചാപ്പ കുത്തുന്ന പരിപാടി, ഇതൊക്കെ ഗോസിപ്പിങ്ങിന്റെ പ്രധാന ഭാവമാണ്. ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തെ അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുക, അയാൾ പറയാത്ത കാര്യങ്ങൾ, അയാൾ ഇന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത് ഇന്നതാണെന്ന് കരുതുക, അയാളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുക്കാൻ, മറ്റുള്ളവർ വെറുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതും ഗോസിപ്പിംഗ് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചാപ്പ കുത്തുന്നതാണ്. ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. നമ്മുടെ ട്രൈബൽ രീതിയാണത്. എന്നിട്ട് ഒറ്റപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ആധുനിക മനുഷ്യരാണ്, നമുക്ക് സംവാദങ്ങളാണ്. എവിടെ സംവാദം? നമ്മളെ എതിർക്കുന്നവർ, നമുക്ക് ഇഷ്ടമില്ലാത്തവർ, അവരുടെ ആശയങ്ങളെ കേൾക്കാൻ പോലും പറ്റാതെ അവരെ നമ്മൾ ചാപ്പ കുത്തിക്കൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ എവിടെയാണ് ആധുനിക മനുഷ്യരായത്? ഏത് ധാർമ്മികതയാണ്? നമ്മൾ ഏതൊരു മതത്തിലായിക്കോട്ടെ, ഏതൊരു വിശ്വാസത്തിലായിക്കോട്ടെ, എത്തിസ്റ്റ് ആയിക്കോട്ടെ, തീസ്റ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അഗ്നോസ്റ്റിക് ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ധാർമ്മികത വെച്ചിട്ടുള്ളത് എന്ന് പരിശോധന നടത്തുമ്പോൾ നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നു. എന്തിനാണ് നമ്മൾ ഈ ചാപ്പകൾ കുത്തിക്കൊണ്ട് ഗോസിപ്പിംഗ് നടത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ, എന്നിട്ട് ഇതിന് നമ്മൾ ന്യായീകരണം എന്തിനു ചമയ്ക്കുന്നു എന്ന ആ ഒരു പരിശോധന, ഇതാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ നിർത്തുന്നു. എന്നെ കേട്ടിരുന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.